അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഉസ്താദിൻ്റെ ക്ലാസ്സുള്ള ദിവസമാണ്. എല്ലാവരും ക്ലാസ്സിന് വേണ്ടി പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് നുസൈബ പറഞ്ഞു, ഉമ്മ. എന്താ മോളെ? ഉമ്മ, ഇന്ന് ഞാനും വരട്ടെ ഉസ്താദിൻ്റെ ക്ലാസ്സിന്? എൻ്റെ പൊന്നാര പെണ്ണെ, ആ കുട്ടിനെയും കൊണ്ട് ഇജ്ജ് വരികയാണോ? ആ സാരല്ലമ്മ, ഞാൻ ഷാമോൻഖാൻ്റെ കാറിലിരുന്നോണ്ട് കുട്ടിക്കരയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോന്നോണ്ട്. ആ പൊന്നാര മോളെ, എന്നാൽ പിന്നെ ഞാനും അങ്ങനെ ചെയ്യാം. ഞമ്മക്ക് കാറിൻ്റെ ഡോറൊക്കെ നമ്മൾ തുറന്നിട്ട് അവിടെ കണ്ട് ഇരിക്കുക. ഏതായാലും നല്ല ജനത്തിരക്കന്നെ കാരം. അതെ നുസൈബാക്ക് ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കാൻ ഓൾക്കും കൊതിയായുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുഞ്ഞിനെയും കൊണ്ട് പോവുകയെന്ന് വെച്ചാൽ ഉമ്മ നല്ല സദസ്സൊക്കെ അല്ലേ. അതുകൊണ്ട് മോളെ, കുട്ടികളൊക്കെ ആയിട്ട് എത്രയോ ആൾക്കാർ വരലുണ്ട്. നല്ലോന്ന് കെട്ടിപ്പോയിഞ്ഞ് മൂടി പൊതിച്ച് കൊണ്ടായാലൊക്കെ മതി. ഒന്നും കുഴപ്പമില്ല. ഷാമോനോടൊന്ന് പറഞ്ഞാളാ. ഉമ്മ ഉമ്മ പറയോ? എന്താട്ടി എനിക്ക് പേടിയാ മോനെ. ഷാമോനെ. എന്തോ ഉമ്മ? അതെ, ഇന്നല്ല ഇപ്പം നമ്മളെ ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ്. ഉമ്മ എന്താ പോകുന്നില്ലേ? അല്ലേ നുസി പറയാം, ഞാനും ഉണ്ട്. എൻ്റെ റബ്ബേ, എന്താ ഈ പെണ്ണിനെ? പോരിനെ കുഴപ്പമൊന്നുമില്ല. എന്തപ്പോൾ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല മോനെ, വണ്ടിയിലിരിക്കാലോ, കാറിലിരുന്നാൽ പോരെ, എന്നാലും കേൾക്കാലോ. ഓൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഉമ്മ നേരിട്ട് കാണാനൊന്നും അല്ലെങ്കിലും ലേഡീസിന് പറ്റൂലല്ലോ. മോനെ സ്ക്രീന് വെക്കല്ലേ, സ്ക്രീനിൽ കൂടല്ലേ ഇപ്പോൾ ഞങ്ങളൊക്കെ കാണലും. ഉമ്മ അല്ലെങ്കിൽ കാണാൻ മാത്രം ഇപ്പം എന്താ, കേൾക്കല്ലേ വേണ്ടത് അല്ലേ? ആയിക്കോട്ടെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് സമ്മതിച്ചാളി, ന്യൂസിയും കുട്ടിയും പോന്നോട്ടെ കേട്ടോ. ഐഷുമ്മ ഷാമോൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എൻ്റെ ഉമ്മ, മക്കളുണ്ടല്ലോ, ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ അവർക്ക് വണ്ടിയിലിരിക്കാം. അങ്ങനെ അവരെല്ലാവരും ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ അന്ന് സമീറയും പോയിരുന്നു ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ. ഉസ്താദ് പറഞ്ഞു, പെണ്ണെ, നിനക്ക് എന്തേ ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ല, ഞാനും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി ആളുകളെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ അനൗൺസ്മെൻറ്റ് തുടർന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ബഹുമാന്യരായ ഉസ്താദവർകൾ വേദിയിലേക്ക് എത്തിച്ചേരും. മാന്യരായ അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് സഹകരിക്കണം. എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പരിമിതികളുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എങ്കിലും സംഘാടന സമിതി ഒരുപാട് എല്ലാ സൗകര്യങ്ങളും വിപുലീകരിച്ചിട്ടുണ്ട്. എങ്കിലും തികയാത്ത അവസ്ഥയാണ് വരുന്നത്. നമ്മുടെ ഉസ്താദിൻ്റെ പ്രഭാഷണവും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ, എല്ലാവർക്കും വളരെയധികം ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് കൊണ്ടായതുകൊണ്ടും തന്നെ ഒരുപാട് ആളുകളാണ് ഇതിനു വേണ്ടി ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദിനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഫൈസി ഉസ്താദ് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്വീകരണമാണ് അവിടേക്ക്. അതെ, പുഞ്ചിരിക്കുന്ന മുഖവുമായി ഫൈസി ഉസ്താദ് ഒരു വേദിയിലേക്ക് വരുമ്പോൾ അവിടമാകെ ഒരു പ്രകാശമുള്ളതുപോലെ എല്ലാവരും അത് നോക്കിക്കാണുമ്പോൾ പറയാറുണ്ട്, മാഷാ അല്ലാ. അങ്ങനെ ഉസ്താദ് നേരെ മൈക്ക് പോയിന്റിൻ്റെ അടുത്തേക്ക് വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പ്രഭാഷണം തുടർന്നു. അത് സദസ്സാകെ വളരെയധികം സൈലൻ്റായി. എന്നാൽ ഉസ്താദിൻ്റെ പ്രഭാഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ അവിടെ അന്നും എല്ലാവർക്കും പായസം വിളമ്പൽ തുടങ്ങി. അത് ഐഷുമ്മയുടെ വകയാണ്. ഐഷുമ്മക്ക് ചെറിയൊരു നെയ്യത്തുണ്ടായിരുന്നു. എൻ്റെ നവാസും എൻ്റെ ഫസീലയും ഒന്നായി തീരുകയാണെങ്കിൽ റഹ്മാനെ, അടുത്ത മജ്ലിസിനെ ഒരു മധുരം കൊടുക്കണമെന്ന് ഉമ്മാൻ്റെ നെയ്യത്തായിരുന്നു. അല്ലെങ്കിലും ഉമ്മ അത് കൊടുക്കാറുമുണ്ട്, പല രീതിയിലായിരിക്കും. എന്നാൽ മധുരം വിളമ്പുന്നതിന് മുമ്പായിട്ട് ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു മഹദി
നമുക്കെല്ലാവർക്കും വേണ്ടി അല്പം മധുരം നൽകുന്നുണ്ട്. എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മധുരപാനീയം കുടിക്കുക. ശേഷം അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅലനി മുസ്ലിമീൻ എന്ന് പറയാൻ മറക്കരുതേ. ഒരിക്കലും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അൽഹംദുലില്ലാ. അതെ, അത് പറയണം. ഞാൻ പറഞ്ഞു തന്ന ആ ഒരു കാര്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രയാസം വരുത്തുന്ന എന്തെങ്കിലും, അത് ഏതൊരു ഭക്ഷണമായാലും അത് നമ്മൾ അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് പറയണം. അത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അതുകൊണ്ടങ്ങ് നീങ്ങിപ്പോകും. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹുവേ, എന്നെ നീ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മധുര പായസം നിങ്ങളുടെ മുമ്പിലേക്ക് സംഘാടന സമിതി എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി കുടിക്കുക. നിങ്ങൾ കുടിച്ചതിന് ശേഷം മാത്രം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യം അല്പം മധുരത്തോടെയുള്ള സന്തോഷം. നമ്മുടെ പ്രിയങ്കരിയായ പുത്തൻ വീട് തറവാട്ടിലെ ഐഷുമ്മയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഐഷുമ്മക്ക് അത് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ ഉസ്താദ് അങ്ങ് പറഞ്ഞു പോയി. എന്നാൽ ഐഷുമ്മക്ക് അത് കേട്ടപ്പോൾ, പഠിച്ചോനെ, എൻ്റെ പേരെന്തിനാ റബ്ബെ വെളിപ്പെടുത്തിയത് എന്നായിപ്പോയി. എന്നാൽ നുസൈബ് പറഞ്ഞു, ഉമ്മ അതിനെന്താ ഉമ്മ, ഐഷുമ്മാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നാൽ ഐഷുമ്മ എന്നൊരുമ്മ അവിടെ ഒരു ചർച്ചാ വിഷയമാവുകയാണ്. എല്ലാവരും പായസം കുടിക്കുന്നതിനിടയിൽ ഐഷുമ്മ നല്ലൊരു ഉമ്മയാണ്, എല്ലാവർക്കും ഒരുപാട് ഉപകാരം ചെയ്യണ ഉമ്മയാണ്. എന്നാൽ അത് കേട്ട് പലരും അതിനെക്കുറിച്ച് മാത്രമായി സംസാര വിഷയങ്ങൾ. ഉസ്താദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അള്ളാഹുവേ, നീ സ്വീകരിക്ക റഹ്മാനെ. എന്തുദ്ദേശത്തിലാണ് ആ മഹദി ഈ ഒരു പായസം ഇവിടെ വിതരണം ചെയ്തത്? അവർക്ക് അതിൻ്റെ അർഹമായ പ്രതിഫലം നീ നൽകു റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പായസം കഴിച്ചോ? മധുരം കഴിച്ചോ? അതെ ഉസ്താദെ, കഴിച്ചു. എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ടേസ്റ്റ് ഉണ്ടോ? അതെ, സൂപ്പറാണ് ഉസ്താദെ. കുട്ടികൾ അങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാ, അതാണ് വേണ്ടത്. നമ്മൾ കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രതിഫലം ആ ഒരു മഹദിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെ, ഇനിയും ഒരുപാട് കാലം നമുക്ക് എല്ലാവർക്കും മധുരം നൽകുവാനുള്ള, ഭക്ഷണം വിളമ്പിത്തരുവാനുള്ള ഭാഗ്യം ആ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. എല്ലാവരും കൂട്ടത്തോടെ പറഞ്ഞു. ആ ഉമ്മ നമുക്ക് എല്ലാവർക്കും ഉമ്മയാണ് കേട്ടോ. ശരിക്കും അത് കേട്ടുകൊണ്ടാണ് നവാസും ഫസീലയും അങ്ങോട്ട് കടന്നു വരുന്നത്. ശരിക്കും നവാസ് ഫസീലെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, പെണ്ണെ, നീ കേൾക്കുന്നുണ്ടോ? അതേക്ക, നമ്മൾ ഉമ്മയെ കുറിച്ചാണോ? അതെ, ഉമ്മ ഇന്ന് പായസം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആണല്ലേ, മാഷാ അല്ലാ. അതെ, ഫസീല ആദ്യമായിട്ടാണ് സദസ്സിലേക്ക് വരുന്നത്. അവൾ ഓൺലൈൻ വഴി അങ്ങനെ കേൾക്കും. പക്ഷേ ആദ്യമായിട്ട് അവൾ കണ്ടപ്പോൾ, ആ ജനക്കൂട്ടം കണ്ടപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി. നവാസ്കയോട് പറഞ്ഞു, നവാസ്ക, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അതേടി, എത്ര ജനക്കൂട്ടങ്ങളാണ് ദിവസം പെരുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അപ്പോഴത് എല്ലാ വാഹനങ്ങളിലേക്കും സംഘാടകർ പായസവുമായി എത്തുന്നു. അങ്ങനെ ഷമ്മാസ് നിർത്തിയിട്ട കാറിനുള്ളിലേക്കും ഐഷുമ്മാക്കും നുസൈബക്കും മക്കൾക്കും എല്ലാവർക്കുമായി അത് നൽകുന്നു. എന്നാൽ ഐഷുമ്മ ഒരിക്കൽ പോലും അതിലൊരു ജാട കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. താനാണ് ഐഷുമ്മ എന്നോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഈ സമയം നവാസിൻ്റെയും സൗദിയുടെയും കാറിനടുത്തേക്കും പായസവുമായി അവരെത്തി. അവർ പായസം വാങ്ങി കുടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇക്ക, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അല്ല ഫസീല, ഉമ്മയ്ക്ക് എവിടെയാണാവോ? ഉമ്മയ്ക്ക് ഉണ്ടെങ്കിൽ, അല്ല, ഉമ്മ നിന്നെ വിളിച്ചിരുന്നോ? എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പറയാൻ വിട്ടുപോവുകയും ചെയ്തു. അതെ, ഫസീലെ ക്ലാസ്സിന് കൊണ്ടുപോകണമെന്ന് ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഫസീല എത്തിക്കഴിഞ്ഞു. സ്ഥിരമായി അവൾ കേൾക്കുന്ന ആളാണെന്നും നേരിട്ട് അവസരം ലഭിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണെന്നും നവാസിനോട് പറഞ്ഞപ്പോൾ അത് നല്ലൊരു കാര്യമായി. എന്നാൽ ഇപ്പോൾ ശരിക്കും ഫസീല ആളാകെ മാറിയിട്ടുണ്ട്. അതെ, ഹിജാബ് ധരിച്ചുകൊണ്ടാണ് അവൾ നടക്കാറുള്ളത്. കൈകളിലും കാലുകളിലും ഷോക്സ് എല്ലാം ധരിച്ച്
വളരെയധികം ദീനിയായ രീതിയിൽ അത് നവാസിൻ്റെ പ്രിയ പത്നിയായി അവൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ശരിക്കും അതെ, അവൾ ഈമാൻ അവൾ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അവൾ എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഉസ്താദിൻ്റെ പ്രഭാഷണം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും റാഹത്തായില്ലേ? ഒന്ന് ഉന്മേഷമൊക്കെ ആയില്ലേ? ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? വെള്ളം വേണമെങ്കിലൊക്കെ തട്ടോ, ആർക്ക് വേണമെങ്കിലും വെള്ളം നിങ്ങൾക്ക് എത്തിച്ചു തരും. അതാ തൊട്ടപ്പുറത്തായിട്ടും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ അവസാനമായ ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം വാങ്ങാതെ ആരും തന്നെ പോവരുത് കേട്ടോ. ഇൻഷാ അല്ലാ. പ്രിയമുള്ളവർ, നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? എല്ലാവരും റിലാക്സ് ആയില്ലേ? ഓക്കെ അല്ലേ? എന്നാൽ സമീർ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളെല്ലാം കേട്ട് അവളും അത് ആസ്വദിച്ച് പോയിരിക്കുകയാണ്. പഠിച്ചവൻ്റെ ഉമ്മയൊക്കെ ഉണ്ടോ എന്തോ ആവോ, ഹോ റബ്ബേ. എന്നാൽ ഹിജാബ് അണിഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വാക്കുകൾ ഓരോന്നും ശ്രവിക്കുകയാണ് സമീറയും. അങ്ങനെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ നന്ദി ചെയ്യാറുണ്ടോ? അതെ, അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അനുഗ്രഹം എന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം നൽകുക, കിടക്കാനൊരു വീട് നൽകുക, അത് അന്തി ഉറങ്ങാനൊരു വീട്, അത് സ്വാലിഹായ മക്കള്, സ്വന്തമായിട്ട് നമുക്കൊരു ഭാര്യ, അതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളിലൊക്കെ നാം ശുക്ർ ചെയ്യണം, നന്ദി കേട് കാണിക്കരുത്. എന്നാൽ ചില അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും അള്ളാഹു, പക്ഷെ ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമ്മൾ എന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ആ ഒരു സംഭവം നമുക്ക് നമ്മളുടേതല്ല, ഒരിക്കൽ പോലും ഏത് നിമിഷവും പടച്ച റബ്ബ് തിരിച്ചെടുക്കും എന്നൊരു ചിന്ത കൂടി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രയാസം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, റഹ്മാനെ ഞങ്ങളുടെ മരണം കഴിഞ്ഞിട്ട് നീ തിരിച്ചെടുത്താൽ മതി അള്ളാ. അത് നമ്മൾ ദുആ ചെയ്യുക പടച്ചവനോട്. പൊന്നുമക്കൾ മരണപ്പെട്ട വിവരെല്ലാവർക്കും അറിയാലല്ലേ? ഇന്നാ പൊന്നുമോള്, അതിൽപ്പെട്ട പൊന്നുമോള് 4 ആങ്ങളമാർ ചോദിക്കുന്ന ദിവസമാണ്. ആ പൊന്നുമോൾ ഹോസ്പിറ്റലിൽ വിടുമ്പോൾ ചോദിക്കും, എൻ്റെ കുഞ്ഞനിയനെവിടെ, എൻ്റെ ഏട്ടന്മാരെവിടെ? 4 പേരാണ് കൂടെ കളിച്ചുകൊണ്ടിരുന്ന, കളിയിലും ചിരിയിലും അവരുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് കളിച്ച് ഒരേ ഗർഭപാത്രത്തിൽ വളർന്ന കൂടെ പിറപ്പിങ്ങളാണ് അവർ അല്ലേ? അവർ ആ പൊന്നുമോൾ ഒറ്റപ്പെടലാണ് പൊന്നുമോൾക്ക്. ഉമ്മാക്ക് ഇതുവരെ ബോധം ശരിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും ആ ഒരു അവസ്ഥയാണ് ഉമ്മയുടേത്. ഉമ്മ മിണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉപ്പയാണെങ്കിൽ അങ്ങനെ. അത് പ്രിയപ്പെട്ട 4 ആങ്ങളമാർ തന്നെ എപ്പോഴും കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും കരയിപ്പിക്കുകയും കളിക്കുകയും ചെയ്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട 4 ആങ്ങളമാരുടെ ആ പൂമുഖങ്ങൾ കാണുന്നില്ല. ആ മക്കളെ കാണുന്നില്ല. അത് ഇക്കാക്ക എന്ന് വിളിക്കാൻ കുഞ്ഞനിയന്മാരുണ്ട്. അത് 4 പേരാണ് ഒരുമിച്ച് കളിച്ചവർ, ഒരുമിച്ച് വളർന്നവർ പോയത്. ആ പൊന്നുമോൾ ആ വാഹനത്തിൻ്റെ പിൻസീറ്റിൽ ഉറങ്ങുകയായതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള 4 കുട്ടികളും തെറിച്ചു പോവുകയായിരുന്നു. അതെ, ആ ഒരു വാഹനത്തിൻ്റെ നടുഭാഗത്തുള്ള ആ റൂഫ് ഉണ്ടല്ലോ, അതങ്ങ് ഇളകി തെറിച്ചിട്ട് അതിനുള്ളിലൂടെയാണ് മക്കളങ്ങ് തെറിച്ചു പോയത്. അതിനുള്ളിലൂടെ മക്കളങ്ങ് തെറിച്ചു പോകുന്ന സമയം ഉമ്മയ്ക്കും ഉപ്പക്കും, സാധാരണ രീതിയിൽ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളാണല്ലോ സീറ്റ് ബെൽറ്റ് ഇടല്ലേ അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഉമ്മക്കും ഉപ്പക്കും പരിക്കുണ്ട്, പക്ഷേ അവർ തെറിച്ചു പോയില്ല. മക്കൾ അകത്ത്, നമ്മളൊരിക്കലും അകത്തിരിക്കുമ്പോഴൊന്നും സീറ്റ് ബെൽറ്റ് ഇടൂലല്ലോ. അതെ, അതിലൂടെ ആ മക്കളങ്ങ് തെറിച്ച് തലയടിച്ച് വീഴുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവേ റഹ്മാനെ, പൂമ്പാറ്റകളാണ് സ്വർഗത്തിലെ, ചിത്രശലഭങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അവരെത്തിക്കഴിഞ്ഞു. ആ മക്കളുടെ കാര്യത്തിൽ ടെൻഷനില്ല, പക്ഷേ ഈ ഭൂമിയിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് വിഷമം. ഡിസ്ചാർജ് ചെയ്ത പൊന്നുമോള് ഞങ്ങളുടെ റൂമിലേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോഴേ കൂടെ കളിക്കാനുള്ള കൂടെ പിറപ്പിങ്ങളെ കാണുന്നില്ല. അല്ല, അവരെ കാണുന്നില്ല. അവരെല്ലാം മണ്ണിനിടയിൽ പെട്ടുപോയി. അവർ ഇനിയില്ല എന്നുള്ള യഥാർത്ഥ സത്യം ആ പൊന്നുമോൾ തിരിച്ചറിയുമ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. ആ ഉമ്മ, ആ ഉപ്പ, അല്ലാ,
എന്താ റഹ്മാനെ ചെയ്യുക? അതാണ് മക്കളെ, അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തരും. ഏത് നിമിഷവും നമ്മൾ തിരിച്ചെടുക്കും. അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരം തന്നെ അനുഗ്രഹമാണ്. സംസാരിക്കുവാനുള്ള ഈ കഴിവ് അനുഗ്രഹമാണ്. അതെ, കൈകൾ കൊണ്ട് പിടിക്കുവാനുള്ളത്, കാലുകൾ കൊണ്ട് നടക്കാനുള്ളത്, എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണം. അതെ, ഒരു പല്ല് അള്ളാഹു നമുക്ക് ഫ്രീ ആയി നൽകിയ മനോഹരമായ പല്ലൊന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പല്ല് വെക്കാനുള്ള ക്യാഷ് എത്ര? അത് ഫിക്സ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യാത്തത്, അങ്ങനെ പല ഐറ്റം ആയിരക്കണക്കിന് രൂപയാണ് അല്ലേ? കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കണ്ണ് തിരിച്ചു വെക്കുകയാണെങ്കിൽ, കിഡ്നി നഷ്ടപ്പെട്ടവർക്ക് കിഡ്നി വെക്കുകയാണെങ്കിൽ, ഹൃദയം, അതൊക്കെ എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ തിരിച്ചു വെക്കും. ഒരിക്കൽ പോലും അള്ളാഹു നൽകിയ ആ ഒരു ഒറിജിനാലിറ്റി അതിനൊന്നും കിട്ടില്ല. അള്ളാഹുവിനോട് എത്ര നമ്മൾ നന്ദി പറയണം. പഠിച്ചവനെ, എത്ര എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളാണ് എൻ്റെ ശരീരത്തിലേക്ക് നീ തന്നിട്ടുള്ളത് അല്ലാഹ് റഹ്മാനെ. ഏത് നിമിഷവും നമ്മൾ പടച്ച റബ്ബിനെ വിചാരിച്ചിട്ട് പറയണം, റഹ്മാനെ എനിക്ക് നീ തന്ന സമ്മാനങ്ങളാണ് ഇതെല്ലാം, ഏത് നിമിഷവും നീ എടുക്കും. അള്ളാഹുവേ റഹ്മാനെ, അതെ, പൊന്നുമക്കളും നമുക്ക് അള്ളാഹു നൽകിയ സമ്മാനങ്ങളാണ്. എടുത്തുകൊണ്ടങ്ങ് പോകും. ഒരു നിമിഷം കൊണ്ട് ഒരു വാക്ക് ചോദിക്കൂല. ആ രാത്രിയിൽ അവർ ഷോ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട് പാതിരാത്രിയാണ് തിരിച്ചു വരുന്നത്. എന്തായാലും ഓട്ടോമാറ്റിക്കലി കണ്ണൊന്ന് മാളിപ്പോകും അറിയാതെ. രക്ഷയില്ല മക്കളെ. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയേ പറ്റൂ. ആ പൊന്നുമക്കൾ ആ നിമിഷം അങ്ങ് പിരിഞ്ഞു പോയി. പിന്നീട് 6 അടി മണ്ണിലാണ് അവരൊരുമിച്ച് അന്തി ഉറങ്ങുന്നത്. റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ നീ, ഞങ്ങളെ മക്കളെ നീ തട്ടിയെടുക്കല്ല അല്ലാ. ഞങ്ങളെ മരണത്തിന് ശേഷം കൊണ്ടുപോയാൽ മതി. ഞങ്ങൾ മരിച്ചതിന് ശേഷം കൊണ്ടുപോയാൽ മതി അല്ലാ. ഒരിക്കലും സഹിക്കാൻ കഴിയില്ല പൊന്നുമക്കളെ. അള്ളാഹുവേ റഹ്മാനെ, അതെ, ഉമ്മാക്കും ഉപ്പാക്കും നല്ല പ്രതിഫലമായിരിക്കും. അവർക്ക് സ്വർഗത്തിൽ പോകാനൊരു ഹേതുവായിരുന്നു. പക്ഷേ ഈ ദുനിയാവ് നിങ്ങളുടെ സഹിക്കണ്ടേ? ഈ ഒരു ജീവിതകാലം മുഴുവൻ ആ മക്കളെ ആലോചിച്ച് എങ്ങനെ റബ്ബേ പഠിച്ചോനെ. അതുവരെയും വിളിച്ച ആ പൊന്നുമക്കളുടെ പേരുകൾ അറിയാതെ വിളിച്ചു പോകും. അവരുടെ ഡ്രസ്സുകൾ കാണുമ്പോൾ, വീട്ടിലെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ, അവരുപയോഗിച്ച എല്ലാ സാധനങ്ങൾ, പഠിക്കുന്ന പുസ്തകങ്ങൾ എല്ലാം കാണുമ്പോൾ, സ്കൂളിലേക്കുള്ള ബാഗ്, ആ ചോറ്റുപാത്രം, വെള്ളക്കുപ്പി, ഇതൊക്കെ കാണുമ്പോൾ ആ ഉമ്മയുടെ ഉപ്പയുടെ ഹൃദയം പിടക്കാതിരിക്കുമോ? അതെ, ആ പൊന്നുമോളുടെ കൂടെ സ്കൂളിലേക്ക് ഒരുമിച്ചിറങ്ങുന്ന ആ മക്കൾ കഴിയോ? തൻ്റെ കൂടപ്പിറപ്പുങ്ങളല്ലാതെ ഒറ്റയ്ക്ക് പോകണം. ഇനി ആരുമില്ല കൂടെ. അതെ, അന്യന്മാരുമില്ല, ജ്യേഷ്ഠന്മാരുമില്ല. അല്ലാഹ് റഹ്മാൻ, എത്രമാത്രം വേദന ഉണ്ടാവില്ലേ? പഠിച്ചവനെ നീ ക്ഷമ കൊടുക്ക് റഹ്മാനെ, മറവി കൊടുക്ക്. അല്ലാതെ ഒരു വഴിയില്ല. എല്ലാവരും ദുആ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളാരെയും കരയിപ്പിക്കല്ല. സദസ്സ് മൊത്തം കരയുകയാണ് അല്ലേ? അവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ആ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ, ക്ഷമ കൊടുക്കല്ല. അവർക്ക് റഹ്മാനെ മറവി കൊടുക്ക് റഹ്മാനെ. അതിനെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ അതിനേക്കാൾ സന്തോഷകരമായ ഒരു കാര്യം ഒരു പക്ഷേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ജീവിതകാലത്തെ 4 സ്വത്തുക്കളാണ് പോയത് ഒരൊറ്റ നിമിഷം കൊണ്ട്. റഹ്മാനെ അല്ലാഹ്, നമ്മൾ എന്ത് ചെയ്യാം? പടച്ച റബ്ബിനോട് പറയാൻ നിരന്തരം, റഹ്മാനെ നീ കൊണ്ടുപോകല്ല അല്ലാ അനുഗ്രഹങ്ങളെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് പല അനുഗ്രഹങ്ങളുണ്ടാകും. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കുക. പിന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയതാണ്. അതൊക്കെ സൂക്ഷിച്ച് വെക്കുവാൻ. സൂക്ഷിച്ചെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു ഖുർആനിൽ തന്നെ ഒരു സൂറത്ത് ഇറക്കിയിട്ടുണ്ടല്ലോ, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അത് നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ നേടുവാൻ. അങ്ങനെ ഒരുപാടുണ്ട്. നീ സൃഷ്ടിച്ചവയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും, അത് മനുഷ്യരായിരിക്കാം, വേറെ എന്തെങ്കിലും മൃഗങ്ങൾ, എന്തൊക്കെ തന്നെയാലും മനുഷ്യർ തന്നെ കൂടുതൽ ഭയക്കേണ്ട കാര്യമാണെന്ന്. നമ്മൾ എന്തൊരു സംഭവമാണെങ്കിലും കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് നമ്മൾ ഒരു 7 പ്രാവശ്യങ്ങൾ ദിവസം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെ. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശ്രമത്തിൽ നിന്ന് അതങ്ങ് ഇല്ലാതായി പോകാൻ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സിഹിറേറ്റതായിരുന്നു അല്ലേ? അതിന് പകരമായിട്ടാണ് ആ ഒരു ഖുർആനിലെ സൂക്തം ഇറങ്ങിയത്. അതിൽ
ഈമാനില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൊട്ടൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകി. സദസ്സിലുള്ളവർ എല്ലാവരും പൊട്ടിക്കരയുകയാണ്. ആ പൊന്നുമക്കളുടെ ആ ഒരു കഥ പറഞ്ഞപ്പോൾ ഉസ്താദും കരഞ്ഞുപോയി. അതെ, നമ്മുടെ ഫസീലയും കരഞ്ഞു, സമീറയും കരഞ്ഞു, എല്ലാവരും കരയുകയാണ്. എല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. റഹ്മാനെ, അള്ളാഹ് ഏത് നിമിഷവും നീ കൊണ്ടുപോകുമല്ലോ എല്ലാം. അതെ, ഈ നിമിഷം ഞങ്ങളെ നീ കൊണ്ടുപോകും. റഹ്മാനെ, നിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണം. റഹ്മാനെ, മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ. റഹ്മാനെ, മക്കളെ, നിങ്ങൾ ദുആ ചെയ്യുക, നിരന്തരം ദുആ ചെയ്യുക. കഴിയുന്നവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അതെ, അള്ളാഹു മാത്രമേ നമുക്കുള്ളൂ, വേറെ ആരുമില്ല. രക്ഷിക്കാൻ വേറെ ആരുമില്ല, പടച്ച റബ്ബ് മാത്രം. അതെല്ലാ കാര്യത്തിലും മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണ്, പരീക്ഷണങ്ങൾ ഉണ്ടാകും അല്ലേ? നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആർക്കെങ്കിലും അറിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ ഖബറിലേക്ക്, ആ കഫൻ പുടവയിലേക്ക് മണ്ണിട്ടത് എത്ര മക്കളുടെ മേലാണ്? ഒരു പൊന്നുമോൾ മാത്രമാണ് ബാക്കിയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് അവരൊക്കെ മരണപ്പെട്ടത്. അബ്ദുള്ള എന്ന പേരുള്ള ആ ഒരു മകന് മരണപ്പെട്ട് ആ മയ്യത്ത് ഖബറിലേക്ക് അങ്ങ് വെക്കുന്ന സമയമായപ്പോൾ അതെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരങ്ങോട്ട് ഉറ്റിയിട്ട് ആ കഫൻ പുടവയിലേക്ക് വീഴാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ കരയുകയോ? മക്കൾ മരണപ്പെട്ടാൽ കരയാൻ പാടില്ല എന്നല്ലേ? എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലയോ സ്വഹാബത്തെ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനയാണ് ആ കണ്ണിലൂടെ ഉറ്റിപ്പോയത് എന്നാണ്. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സഹിച്ചു മക്കൾ ഓരോന്നങ്ങനെ മരണപ്പെടുമ്പോൾ. എല്ലാം മുത്ത് ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്തിനല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ ബീവിയിലൂടെയല്ലേ നമ്മുടെ അഹ്ലു ബൈത്തിൻ്റെ വംശപരമ്പര തന്നെ തുടങ്ങുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ത്യാഗം സഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു ഗണത്തിൽ നമുക്ക് ആ ഒരു ഉമ്മയും ഉപ്പയും ഉൾപ്പെടുത്താം. അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മക്കളുടെ കൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ, നമുക്കും. ആമീൻ. കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ നിൽക്കാൻ കഴിയൂല. ആ പൊന്നു മക്കൾ എന്താലേ, അവരൊക്കെ സ്വർഗത്തിലെത്തിയ ആ മക്കൾ, പ്രായപൂർത്തിയാകാത്ത മക്കളല്ലേ, 14 വയസ്സിന് താഴോട്ടല്ലേ ഒക്കെ ഉള്ളത്. അവരൊക്കെ ഊർലിങ്ങൾ അവരെ കണ്ടപ്പോൾ തന്നെ എടുത്ത് വാരി കൊണ്ടുപോയിട്ടുണ്ടാവും. അത്രക്കും അവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ദുനിയാവിലുള്ള ഈ ഉമ്മയും ഉപ്പയും എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. അല്ലാഹുവേ, നീ മറവി കൊടുക്കല്ല റഹ്മാനെ, നീ അവർക്ക് ക്ഷമ കൊടുക്ക് റഹ്മാനെ. ആമീൻ. ആ പൊന്നു മോളുടെ കൂടെയാണ് ഇനി അവരുടെ ജീവിതം ഉള്ളത്. ഇത് ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഒരിക്കലും സ്വപ്നമല്ലല്ലോ, യഥാർത്ഥ ജീവിതമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ പെട്ടെന്ന് മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഒരാളെ ഉപദ്രവിക്കരുത്. എന്നാൽ തന്നെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക, ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് എല്ലാവർക്കും ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. ഒരാൾ വെറുതെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും പോകുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം ഒരാൾ വെറുതെ പോയി ചീത്ത പറയുക, ഒരാളെ കാരണം കൊണ്ട് മറ്റൊരാളുടെ കണ്ണുനീര് കണ്ണെന്ന് ഒഴുകുകയാണെങ്കിൽ അത് ആ കണ്ണുനീർ തുള്ളിക്ക് മറുപടി പറയേണ്ടി വരും അവർ. അങ്ങനെയാണ്. അള്ളാഹുവായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടുവിക്കാം. അല്ലാതെ സൃഷ്ടികൾ തമ്മിലുള്ളതാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ പൊരുത്തപ്പെടിച്ചാൽ ഒരിക്കൽ പോലും ഒന്നും ആവില്ല. അത് നേരിട്ട് തന്നെ അവരോട് പറയണം. എങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ. നമ്മൾ കഴിയുന്ന നമ്മളെ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കട്ടോ മക്കളെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. അവരെ കുറച്ച് കാലം നമ്മൾ
സന്തോഷകരമായ നമ്മുടെ വെച്ചാൽ സ്വർഗ്ഗകാലാണ് മാതാപിതാക്കളുള്ള സമയം. അവർ നഷ്ടപ്പെട്ട കഴിഞ്ഞു. മാതാപിതാക്കളെ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുക നോക്കുക. അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ ആ പൊന്നുമക്കളെ വിട പറഞ്ഞ് പോയപ്പോൾ ആരുടെയും ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിലാണ് അല്ലേ? അപ്പോൾ കുറച്ചധികം അങ്ങ് കൂടിപ്പോയി. എല്ലാവരും ക്ഷമിക്കണം. പുതിയ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. നമുക്കെല്ലാവർക്കും ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതെ, ആ സദസ്സിലുള്ളവരെല്ലാവരും പൊട്ടിക്കരയുകയാണ്. ആ മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് ഉസ്താദ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു, മാതാപിതാക്കൾക്ക് വേണ്ടിയും. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഷാമോൻ്റെ കുഞ്ഞ് കരയാൻ തുടങ്ങി. മോളെ പാല് കൊടുക്കും മോളെ. ഉമ്മ. അവൾ ഡോറടച്ച് ആ ഭാഗത്തുള്ള കർട്ടൻ നീക്കിയിട്ട് അവൾ കുഞ്ഞിന് പാല് കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. മോളെ നുസിയേ. ഉമ്മ, എൻ്റെ മോളും കരഞ്ഞോ? ഉമ്മ എങ്ങനെ കരയാതിരിക്കും ഉമ്മ? നമ്മൾ ഓരോ മക്കളുണ്ടാവുന്നത് എങ്ങനെ നമുക്കറിയാലോ. നൊന്ത് പ്രസവിച്ച ഓരോ മക്കൾ നമുക്ക് അള്ളാഹു നൽകുക എന്ന് വെച്ചാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഓരോ മക്കളെ വളർത്തുന്നത്. എനിക്കറിയാം ഉമ്മ പ്രസവിച്ചപ്പോൾ ഒരു ഉമ്മയുടെ വേദന എന്താണെന്നുള്ളത്. അങ്ങനെ 4 മക്കളെയും ഉമ്മ പ്രസവിച്ച് അത്രയും വലുതായതിന് ശേഷം ഒരുമിച്ചങ്ങ് കൊണ്ടുപോകുകയെന്ന് വെച്ചാൽ സഹിക്കാൻ കഴിയൂലല്ലോ ഉമ്മ. അതേ മോളെ, പഠിച്ചോനെ ഒന്ന് ആ മക്കൾ നമുക്കെല്ലാവർക്കും ആ മക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അങ്ങനെതാ ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു തുടങ്ങുന്നു. ദിക്റുകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രഭാഷണം അവസാനിച്ചിട്ടും ആളുകൾക്ക് ആ സദസ്സിൽ നിന്നങ്ങ് എഴുന്നേറ്റ് പോകാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു. അതെ, കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോവുകയാണ്. എല്ലാവർക്കുമുള്ള ഫുഡ് വിതരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ എന്ന് ഉസ്താദ് ഒരിക്കൽ കൂടി അതിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതാ സജീവമായി ഷമ്മാസും നവാസും എല്ലാവരും അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഒരു നിമിഷം ഐഷുമ്മ വിചാരിച്ചു, റഹ്മാനെ, എൻ്റെ മക്കളെ ദീനിൻ്റെ വഴിയിൽ അതെ നടക്കുന്ന മക്കളാക്കണേ അല്ലാ. ദീനിന് വേണ്ടി എന്ത് ചെയ്യാനും എൻ്റെ മക്കൾക്ക് ഉഷാറ് നീ കൊടുക്ക് റഹ്മാനെ. ആമീൻ. എല്ലാവരും ഭക്ഷണപ്പൊതികളുമായി അതാ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവരുടെ കണ്ണിലെല്ലാം അതാ കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു. ഉസ്താദ് പറഞ്ഞ ആ ഒരു കഥ, അതെ, ആ അനുഭവം, ആ മക്കളുടെ, ആ മാതാപിതാക്കളുടെ ജീവിതം, അതിനെക്കുറിച്ച് എല്ലാവരും അതിനു വേണ്ടി മാത്രമായിരുന്നു ദുആ ചെയ്തിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമ്മാസ് അതാ വരുന്നു. നവാസും ഷമ്മാസും തമ്മിൽ കണ്ടുമുട്ട്, ഇത്ത വന്നിട്ടുണ്ടോ? ഉണ്ട്, അവൾ സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോഴേ, ആണല്ലേ, ആയിക്കോട്ടെ. അല്ല ഷമ്മോനെ, ഇതിപ്പോൾ ഈ ഫുഡ് അത് ഇതാ ആരുടെ വകയെന്നാവല്ലേ? അത് ഞാൻ പിന്നെ പറയാം. എല്ലാവർക്കും വീട്ടിലേക്ക് എടുത്തില്ലേ? ഓക്കെ. അങ്ങനെ എല്ലാവരും കൂടെ പോകുന്നു. അപ്പോഴേക്കും ഷമ്മാസ് വന്നു. ഉമ്മ, ഉസ്താദിനോടൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. മോനെ, അതെന്താ? അല്ല, ഒന്നുമില്ല, ഒന്നും കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ലേറ്റാവോ? പൊന്നു മോനെ, കുട്ടി കരഞ്ഞീനെടാ, കുട്ടിക്ക് പാല് കൊടുക്കുകയാണ് ഓള്. ഇല്ല, കുഴപ്പമില്ല, ഉറങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഇവിടെ നിന്നാൽ കുഴപ്പമില്ല. അങ്ങനെ അവർ അവിടെ തന്നെ നിന്നു. ആളുകളെല്ലാം ഒഴിഞ്ഞു. നമ്മുടെ ഉസ്താദിൻ്റെ ഭാര്യ സമീറ അതാ ഐഷുമ്മയുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് ഉസ്താദ് കൊണ്ടുവരുന്നു. ഉമ്മ, അസ്സലാമലൈക്കും. മോളെ, ഇവിടെ ഉണ്ടോ? ഏതാ ഒന്നും അറിയില്ല. അല്ല മോളെ, പഠിച്ചോനെ, ഇതിനുള്ള ആരെ കുഞ്ഞിക്കുട്ടികളൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്, എല്ലാവരും അടങ്ങിയിരിക്കുക, നല്ല മക്കളായിട്ട്. ആണല്ലേ? ശരിക്കും അതാ നുസൈബയുടെ മോളെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ്. എല്ലാവരും അതിനെ കളിപ്പിക്കുന്ന തിരക്കിലാണ്. മോളെ സെമിയെ, കയറിക്കോ, നമുക്ക് പോവുക, ഇന്ന് പുത്തൻ വീട് തറവാട്ട് പോകാം. ഉമ്മ, അത് വേണ്ടമ്മ. അല്ല മോളെ, ഉസ്താദിനോട് പറയും. അങ്ങനെ ഉസ്താദിനെ കൂട്ടിക്കൊണ്ട് വരുന്നു ഷാമോൻ. ഉസ്താദേ, ഇന്ന് നമുക്ക് പോവാം വീട്ടിലേക്ക് കേട്ടോ. ഷാമോനെ, അല്ല ഉസ്താദേ, ഇന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനെന്താ, അവിടെ ആരുമില്ല, നവാസ്കയും കൂടി പോയപ്പോൾ ആരുമില്ല കേട്ടോ, പോവാ. ഷാമോനെ, അത്
എന്നാൽ ഐഷുമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദേ, നിങ്ങളൊന്ന് പോന്നാളി. നിങ്ങളെ തൊള്ളിന്നാ വന്നതൊക്കെ കേട്ടിട്ട് റഹ്മാനെ. ഭാഗ്യമാണ് ഉസ്താദേ നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് കേട്ടോ. എൻ്റെ മോള് സമീറാൻ്റെയും ഭാഗ്യം തന്നെയാണ്. ഐഷുമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഉസ്താദിന് അത് എതിർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി അന്ന് പുത്തൻ വീട് തറവാട്ടിലേക്ക്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.